ആരാധകർ കാത്തിരുന്ന സമ്മർ സീസണിലെ ബിഗ് റിലീസായ സഹാവ് തിയേറ്ററുകളിലെത്തി. നിവിൻ പോളിയെ നായകനാക്കി സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം മുതൽക്കേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. വമ്പൻ പ്രീ റിലീസ് പ്രചാരണങ്ങളോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത്. സിദ്ധാർത്ഥ് ശിവ തന്നെയാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കുന്നത്. യൂണിവേഴ്സ് സിനിമാസിൻ്റെ ബാനറിൽ ബി രാകേഷാണ് ചിത്രം നിർമ്മിച്ചത്. വിദ്യാർത്ഥി നേതാവായ കൃഷ്ണകുമാർ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് സഹാവ്. വിദ്യാർത്ഥി നേതാവായ കൃഷ്ണകുമാറിൻ്റെ പാർട്ടിയോടുള്ള ഉത്തരവാദിത്വങ്ങളും ജോലികളുമാണ് ചിത്രം. രണ്ട് വ്യത്യസ്ത റോളുകളിലായി ചിത്രത്തിൽ നിവിൻ പോളി എത്തുന്നത് വിദ്യാർത്ഥി നേതാവായ കൃഷ്ണകുമാറും സഹാവ് കൃഷ്ണനും. സഹാവ് കൃഷ്ണൻ്റെ കഴിഞ്ഞുപോയ ശക്തമായ കാലത്തെക്കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. രണ്ട് വ്യത്യസ്ത ഗെറ്റപ്പിലാണ് നിവിൻ പോളി. തമിഴിൽ ജനപ്രീതി നേടിയ ഐശ്വര്യ രാജേഷ് ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ജാനകി എന്നാണ് ഐശ്വര്യ രാജേഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. കഥാപാത്രത്തിൻ്റെ ചെറുപ്പകാലവും വാർദ്ധക്യവും ഇങ്ങനെ രണ്ട് വ്യത്യസ്ത ലുക്കിലാണ് ഐശ്വര്യ രാജേഷ്. ഒരു മെക്സിക്കൻ അപാരത എന്ന ചിത്രത്തിൽ മികച്ച വേഷത്തിൽ അഭിനയിച്ച ഗായത്രി സുരേഷ് ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഒരു നേഴ്സിൻ്റെ വേഷത്തിലാണ് നടി എത്തുന്നത്. ഐശ്വര്യ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അപർണ ഗോപിനാഥും ചിത്രത്തിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. നീതി എന്ന ആക്ടിവിസ്റ്റിൻ്റെ വേഷത്തിലാണ് നടി എത്തുന്നത്. ശ്രീനിവാസൻ ചിത്രത്തിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഡോക്ടറുടെ വേഷത്തിലാണ്. കൃഷ്ണകുമാർ സന്ദർശനത്തിനെത്തുന്ന ആശുപത്രിയിലാണ് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ജോലി നോക്കുന്നത്. രഞ്ജി പണിക്കർ, പ്രേമം ഫെയിം, അൽത്താഫ്, KPC ലളിത, സന്തോഷ് കീറൂർ, സുധീഷ്, അലിയാർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്യുന്ന 6ാമത്തെ ചിത്രമാണ് സഹാവ്. കൊച്ചൗല പൗലോ, അയ്യപ്പ കൊയിലോ എന്ന ചിത്രത്തിന് ശേഷം സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത്. സിദ്ധാർത്ഥ് ശിവ തന്നെയാണ് ചിത്രത്തിൻ്റെ തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം.